അസ്സലാമലൈക്കും. എന്താ വർത്താനം? പിന്നെ ഞാൻ ഒന്ന് കുട്ടീനെ ചേർത്താൻ വേണ്ടി സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നു, നമ്മളെ ചെറിയ സ്കൂൾക്ക്. അപ്പോ ടീച്ചർ നമ്മളോട് ഒരു വിഷമം പറഞ്ഞു, ക്ലാസ് റൂമിൽ ഒരു ടി വി വെച്ചൊരു വിഷയം, നമ്മളെ യൂട്യൂബ് ടീം. അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഏറ്റ് നമ്മൾ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ യൂട്യൂബിൽ നിന്ന് ഇപ്പൊ നമുക്ക് അതിന് മാത്രമുള്ള വരുമാനം ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോ നമ്മളത് വെച്ചു കൊടുക്കണം. അതിന് സ്പോൺസർമാർ നമുക്ക് ആരെങ്കിലും കിട്ടുമോ? ഏതായാലും മുത്തേ ഏറ്റല്ലേ മുത്തേ, ഞമ്മക്കത് കൊടുക്കാം മുത്തേ. നമുക്ക് ഏതെങ്കിലും ടീമിനെ വിളിച്ചു നോക്കുക, സ്പോൺസർമാരെ കിട്ടു നോക്കുക, പോരെ? ഞങ്ങൾക്ക് സമാധാനായില്ലേ? ഹലോ, അസ്സലാമലൈക്കും. എവിടെ മുത്തേ? എടാ ഞമ്മക്ക് ഒരു ടി വി വേണ്ടി മുത്തുമണിയെ. അതിപ്പോ നമ്മൾ ചെക്കനെ ഏറ്റുകാണ്ട് പോകുന്നതാണ്. അഫ്സലേ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് നാളെ ചുരുക്കല്ലേ? ആയിക്കോട്ടെ, അതൊക്കെ റെഡിയായടാ. ആള് സ്പോൺസർ റെഡിയാ. നമ്മുടെ സ്കൂളിൻ്റെ ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയ ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. നമ്മുടെ ക്ലാസ് റൂമുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ടി വിയോ അല്ലെങ്കിൽ പ്രൊജക്ടറുകളോ എന്തെങ്കിലും സംഭാവന നൽകാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം അന്വേഷിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ പ്രദേശത്തെ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ സ്കൂളിന് ഒരു ടി വി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. അത് മിനിഞ്ഞാന്ന് ആണ് എന്നെ വിളിച്ച് പറയുന്നത് ഞാനിങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇന്ന് തന്നെ അത് കൊണ്ടുവന്ന് നമ്മൾ സ്ഥാപിക്കാനും